ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ടാരിഫ് പോളിസി, ഇറക്കുമതി തീരുവ നയം ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളെ ബാധിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപിന്റെ വിചിത്രമായ പേഴ്സണാലിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അബ്നോർമലായ അൺകൺവെൻഷനലായ നയങ്ങളെക്കുറിച്ചും ഇതിനു മുമ്പ് ചില ഓഡിയോ മെസ്സേജുകളിൽ പറഞ്ഞതാണ്. ട്രംപിന്റെ ടാരിഫ് പോളിസിയുടെ തുടക്കം മെക്സിക്കോയുടെയും കാനഡയുടെയും മുകളിൽ 25% ഇറക്കുമതി ചുങ്കം ചുമത്തിയായിരുന്നു. ചൈനീസ് ഇറക്കുമതികളുടെ മുകളിലും 10% നികുതി ഏർപ്പെടുത്തി. ഏറ്റവും ഒടുവിലത്തെ നീക്കത്തിൽ പ്രത്യേക രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ ആൻഡ് അലുമിനിയം ഇമ്പോർട്ട്സിന് മേൽ 25% ഇറക്കുമതി തീരുവ ചുമത്തിയായിരുന്നു ട്രംപിന്റെ നീക്കം. മെക്സിക്കോയും കാനഡയും അമേരിക്കയുമായി നെഗോഷിയേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഇമ്പോർട്ട് ടാരിഫ്സ് ഒരു മാസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ടാരിഫ്സിനെ അതേ നിരക്കിൽ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ടാരിഫ്സും കൗണ്ടർ ടാരിഫ്സും ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക്, ഓപ്പൺ ട്രേഡ് വാറിലേക്ക് നയിക്കുമോ എന്ന ഭീതിയാണ് വിപണികൾക്ക്. ഒരു ഫുൾ ബ്ലോൺ ട്രേഡ് വാറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് ആഗോള സാമ്പത്തിക വളർച്ചയെയും എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയെയും അമേരിക്കയുടേതടക്കം അതുവഴി കമ്പനികളുടെ ലാഭത്തെയും ബാധിക്കും എന്ന ആശങ്കയാണ് വിപണികളിൽ പ്രതിഫലിക്കുന്നത്. ഈ ട്രംപ് ടാൻഡ്രംസ് എങ്ങനെ പരിണമിക്കും, എങ്ങനെ അവസാനിക്കും എന്ന് കാത്തിരുന്ന് കാണണം. ഒരു കാര്യം പ്രധാനമാണ്. പ്രസിഡന്റ് ട്രംപ് ശക്തനാണെങ്കിലും അദ്ദേഹത്തിന് തോന്നിയ പോലെ കാര്യങ്ങൾ നടപ്പാക്കാനാവില്ല. ദീർഘകാലത്തിൽ ഇക്കണോമിക്സിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കുവാനോ വരുതിയിലാക്കാനോ ട്രംപിനാവില്ല. ഇറക്കുമതി ചുങ്കം വർദ്ധിക്കുമ്പോൾ അമേരിക്കയിൽ വിലക്കയറ്റം വർദ്ധിക്കും. അപ്പോൾ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് ഈ വർഷം പ്രഖ്യാപിക്കുമെന്ന് വിപണി കരുതുന്ന ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ഉണ്ടാവില്ല. ഫെഡ് ചീഫ് ജെറോം പവൽ ഉയരുന്ന ഇൻഫ്ലേഷനോട് വളരെ ഹോക്കിഷ് ആയി പ്രതികരിക്കും. ദിസ് ക്യാൻ ലീഡ് ടു ക്രാഷ് ഇൻ US സ്റ്റോക്ക് മാർക്കറ്റ്സ്. അത് ട്രംപിന് തീരെ ഇഷ്ടമാവില്ല. ദിസ് ഈസ് എ ക്ലിയർ പോസിബിലിറ്റി. കാത്തിരുന്ന് കാണാം. ഇനി നിക്ഷേപകരോട് ഒരു കാര്യം. ഇന്ത്യയിൽ ഇപ്പോഴുള്ള 18.5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളിൽ 14.5 കോടിയും 2020 ഏപ്രിലിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ ബേസ്ഡ് യുണീക്ക് അക്കൗണ്ട്സ് എടുത്താൽ ഇതാണ് യഥാർത്ഥ നിക്ഷേപകരുടെ എണ്ണം. ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം ഏതാണ്ട് 10.5 കോടിയോളം വരും. അതായത് ഇപ്പോഴുള്ള ചെറുകിട നിക്ഷേപകരിൽ 75% ഒരു ബെയർ മാർക്കറ്റ് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. നിഫ്റ്റി മാർച്ച് 2020 7511 നിന്ന് 2024 സെപ്റ്റംബറിലെ 26,277 കുതിച്ച ബുൾ മാർക്കറ്റിൻ്റെ അനുഭവത്തിലാണ് ഇവർ വിപണിയെ കാണുന്നത്. ഈ ഘട്ടത്തിൽ വിപണിയിൽ നിന്ന് ലഭിച്ച 25% വാർഷിക റിട്ടേൺ, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ നിന്ന് ലഭിച്ച ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഹൈ റിട്ടേൺസ്, ഇത് എപ്പോഴും വിപണിയിൽ നിന്ന് ലഭിക്കും എന്ന മിഥ്യാധാരണയിലാണ് ഈ പുതിയ നിക്ഷേപകരിൽ വളരെ ഏറെ പേർ. എന്നാൽ ദീർഘകാല യാഥാർത്ഥ്യം അങ്ങനെയല്ല. വിപണിയിൽ നിന്ന് ദീർഘകാലത്ത് ലഭിച്ചിട്ടുള്ളത് 12 മുതൽ 15% വരെ റിട്ടേൺസ് ആണ്. ദീർഘകാലത്ത് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇത് തന്നെ മറ്റ് ആസ്തികളിൽ നിന്ന് റിട്ടേൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച റിട്ടേൺസ് ആണ് എന്ന് ഓർക്കുക. മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ പണം പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ചില സ്റ്റോക്സിൽ നഷ്ടം എല്ലാവർക്കും പറ്റും, സ്വാഭാവികമാണ്. നല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോകളിലും മികച്ച മ്യൂച്വൽ ഫണ്ട്സ്, PMS എന്നിവയിലും മാർക്കറ്റ് കറക്ഷൻസിൻ്റെ ഘട്ടത്തിൽ ഇടിവുണ്ടാകും. എന്നാൽ പോർട്ട്ഫോളിയോ മികച്ചതാണെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നഷ്ടം നികത്തി ലാഭത്തിലേക്ക് നീങ്ങും. ദിസ് ഈസ് ഇന്നെവിറ്റബിൾ. എൻ്റെ മാർക്കറ്റ് വ്യൂസ് വളരെ കൺസർവേറ്റീവാണ്, യാഥാസ്ഥിതികമാണ് എന്ന് പലരും കമൻ്റ് ചെയ്യാറുണ്ട്. അത് ശരിയാണ്. ഞാൻ എപ്പോഴും ഊന്നുന്നത് സേഫ്റ്റിയിലും മോഡറേറ്റ് റിട്ടേൺസിലുമാണ്, അല്ലാതെ ഹൈ റിസ്കിലും ഹൈ റിട്ടേൺസിലുമല്ല. കാരണം ഹൈ റിസ്ക് പലപ്പോഴും ഹൈ പ്രോഫിറ്റ്സിലേക്കല്ല പോകുക, ഹൈ ലോസസിലേക്കാണ് പോവുക എന്ന ദീർഘകാല നിക്ഷേപ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഈ വർഷം ഇതുവരെയുള്ള മാർക്കറ്റ് പെർഫോമൻസ് നോക്കുക. നിഫ്റ്റി ഈസ് ഡൗൺ ബൈ
2.83%. But Nifty mid cap is down by 10.9%. And Nifty small cap is down by a huge 16.6%. These are year till date returns. Large caps in the സേഫ്റ്റിയും ഔട്ട് പെർഫോമൻസും വ്യക്തമാണ്. അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. വിപണിയെ ഗണ്യമായി ബാധിക്കുന്നത് FIIസിൻ്റെ ഭീമമായ സെല്ലിംഗ് ആണ്. ഡോളർ ഇൻഡെക്സിൽ 10% വർധനമാണ് ഉണ്ടായത് എന്നോർക്കുക. അമേരിക്കയിലെ 10-year ബോണ്ട് യീൽഡും ഇന്ത്യയിലെ 10-year ബോണ്ട് യീൽഡും തമ്മിലുള്ള അന്തരം 5% ഉണ്ടായിരുന്നത് 3 വർഷം മുമ്പ് ഇപ്പോൾ 2% ചുരുങ്ങി എന്ന് മനസ്സിലാക്കുക. ഇതാണ് FII സെല്ലിങ്ങിൻ്റെ അടിസ്ഥാന കാരണം. ഡോളർ ഇൻഡെക്സ് എക്കാലവും ഉയർന്നു നിൽക്കില്ല. ഡോളർ ഇൻഡെക്സിൽ താഴ്ചയുണ്ടാകുമ്പോൾ FIIs തിരിച്ചു വരും എന്നുറപ്പാണ്. അതാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാനാവില്ല. FIIs ബയേഴ്സായി മാറുമ്പോൾ അവർ വാങ്ങുന്നത്, പലപ്പോഴും അഗ്രസീവായി വാങ്ങുന്നത്, ഇപ്പോൾ അവർ വിൽക്കുന്ന ക്വാളിറ്റി ലാർജ് ക്യാപ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, ആവർത്തിക്കുന്നത്, അത് വീണ്ടും ആവർത്തിക്കുന്നു, ഇൻവെസ്റ്റ് ഇൻ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ്. ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ് ഏതെല്ലാമാണെന്ന് ചിലർ ചോദിച്ചു കണ്ടു. നിരവധി തവണ പറഞ്ഞതാണ്, വീണ്ടും പറയാം. ബാങ്കിങ്ങിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IT-യിൽ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്, TCS. IT മിഡ് ക്യാപ്പിൽ കൊഫോർജ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്. ഓട്ടോമൊബൈൽസിൽ മാരുതി, M&M, പ്രത്യേകിച്ച് ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ. ക്യാപിറ്റൽ ഗുഡ്സിൽ പ്രത്യേകിച്ച് ലാസൻ ആൻഡ് ട്യൂബ്രോ. ടെലികോമിൽ ഭാരതി എയർടെൽ, ഡൈവേഴ്സിഫൈഡ് സെഗ്മെൻറ്റിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഫാർമസ്യൂട്ടിക്കൽസിൽ ഡിവീസ് ലാബ്, സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ്. കൺസ്യൂമർ ഡ്യൂറബിൾസ്, വൈറ്റ് ഗുഡ്സിൽ വോൾട്ടാസ്. ഹോട്ടൽസിൽ പ്രത്യേകിച്ച് റീസെൻ്റ്ലി ലിസ്റ്റഡ് ITC ഹോട്ടൽസ് ശ്രദ്ധിക്കുക. ജ്വല്ലറിയിൽ ടൈറ്റൻ. There is more pain ahead in mid and small caps. Quality large caps will bounce back when the market recovers.